അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിന് ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിദേശയാത്രകൾ ഒഴിവാക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗസയിലെ യുദ്ധക്കുറ്റം കാണിച്ചുള്ള ICJയുടെ വാറന്റ് പ്രകാരം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഗസ ആക്രമണത്തിൽ പങ്കാളിയായ ഇസ്രായേൽ സൈനികർക്കും നേതാക്കൾക്കുമെതിരെ വിദേശ രാജ്യങ്ങളിൽ നടപടികളുമുണ്ടായി. ഇതോടെ സർക്കാർ വൃത്തങ്ങളുടെയും സൈനികരുടെയും വിദേശയാത്രകൾക്ക് ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തുന്നത്. രണ്ടാം ഊഴത്തിൽ ഇരു നേതാക്കളുടെയും ആദ്യ കൂടിക്കാഴ്ചയാണിത്. ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യ ലോക നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്നാൽ പതിവ് റൂട്ട് മാറ്റിയാണ് ഇത്തവണ നെതന്യാഹു അമേരിക്കയിലെത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെൽ അവീവിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള നേരിട്ടുള്ള വ്യോമപാതയിൽ നിന്ന് ഏറെ മാറി മണിക്കൂറുകളോളം ചുറ്റി സഞ്ചരിച്ചാണ് അദ്ദേഹം അമേരിക്കയിൽ ഇറങ്ങിയത്. ഇസ്രായേൽ പത്രമായ മാരിവ് ആണ് വാർത്ത പുറത്തുവിട്ടത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സൈനിലാണ് നെതന്യാഹു പുറപ്പെട്ടത്. ICC അറസ്റ്റ് നടപടി ഭയന്നാണ് ഇത്തരമൊരു നീക്കമെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പറന്നുയരുന്ന വിമാനം മെഡിറ്ററേനിയൻ സമുദ്രം കടന്ന് ഗ്രീസോ തുർക്കിയോ വഴിയാണ് സാധാരണ US-ലേക്ക് തിരിക്കാറുള്ളത്. ഇത് കഴിഞ്ഞ് ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനി എന്നീ രാജ്യങ്ങളും കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കും. തുടർന്ന് കനേഡിയൻ ആകാശത്തിലൂടെ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ വഴി തെക്കുമാറി US-ന്റെ വടക്കു കിഴക്കൻ ഭാഗത്തേക്ക് തിരിഞ്ഞ് വാഷിംഗ്ടണിൽ ഇറങ്ങും. എന്നാൽ ഇത്തവണ ഗ്രീസിൽ നിന്ന് ഇറ്റാലിയൻ സംസ്ഥാനമായ റോം വഴിയാണ് പുറപ്പെട്ടത്. മറ്റൊരു ഇറ്റാലിയൻ നഗരമായ ടൂറിനും പിന്നിട്ട് ഫ്രാൻസിലെ ലയണിലെത്തി. ഇവിടെ നിന്ന് പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വാഷിംഗ്ടണിൽ ഇറങ്ങുകയായിരുന്നു. ഫ്ലൈറ്റ് റഡാർ ഉൾപ്പെടെയുള്ള വിമാനയാത്രാ ട്രാക്കിംഗ് പോർട്ടലുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഞായറാഴ്ചയാണ് നെതന്യാഹു അമേരിക്കയിലെത്തിയത്. വൈറ്റ് ഹൗസിൽ ട്രംപുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗസ US പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു. ഗസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല. യുദ്ധത്തിൽ തകർന്ന ഗസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല. അതിനാൽ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു. 2024 നവംബർ 21 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റിനെതിരെയും വാറന്റ് ഉണ്ടായിരുന്നു. ഗസയിൽ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ആരോപിച്ചായിരുന്നു നടപടി. ഇതിനുശേഷമുള്ള നെതന്യാഹുവിന്റെ ആദ്യ വിദേശയാത്ര കൂടിയാണിതെന്നും ശ്രദ്ധേയമാണ്. നേരത്തെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വിദേശത്തെ അറസ്റ്റ് നടപടികൾ ഭയന്നും സുരക്ഷാ ഭീഷണികൾ മുൻനിർത്തിയും യാത്ര റദ്ദാക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബെൽജിയം, നെതർലാൻഡ്സ്, അയർലൻഡ്, ലിത്വാനിയ, സ്ലൊവേനിയ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ICJ അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അന്ന് ബെൽജിയം പ്രധാനമന്ത്രിയായിരുന്ന അലക്സാണ്ടർ ഡിക്രൂ, ഡച്ച് വിദേശകാര്യമന്ത്രി കാസ്പർ വെൽഡ്കാമ്പ് എന്നിവരെല്ലാം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ പരസ്യമായി വ്യക്തമാക്കി. ഗസ ലബനാൻ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് അയർലൻഡും സ്പെയിനും സംയുക്ത പ്രസ്താവനയിലൂടെ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു. ഇതിനെ പിന്തുണച്ച് ലിത്വാനിയയും സ്ലൊവേനിയയും രംഗത്തെത്തി. നെതന്യാഹുവിനെതിരായ നടപടി അന്യായമാണെങ്കിലും ICJ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഇസ്രായേലിന്റെ ഉറ്റ സഖ്യരാജ്യമായ ഓസ്ട്രിയ വരെ വ്യക്തമാക്കിയത്. എസ്തോണിയ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ വാറന്റിനെക്കുറിച്ച് സ്പഷ്ടമാക്കിയില്ലെങ്കിലും ICJ ഉത്തരവുകൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിൽ കടുത്ത വിമർശനം നടത്തിയ 3 പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ICJ ഉത്തരവിൽ അയഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയുമാണ് വേറിട്ട സമീപനം പുലർത്തിയത്. ഇസ്രായേൽ ICJ അംഗമല്ലാത്തതിനാൽ നെതന്യാഹുവിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നടപടി സ്വീകരിക്കാനാകില്ലെന്ന് ഇറ്റലിയും വ്യക്തമാക്കി. ജർമ്മനിയുടെ നിലപാടിൽ ആശയക്കുഴപ്പം മുഴച്ചുനിന്നു. ICJ വാറന്റ് പാലിക്കുമെന്നായിരുന്നു ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി അന്നലീന ബെർബോക്ക് വ്യക്തമാക്കിയത്. എന്നാൽ ജർമ്മനി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നത് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണെന്നായിരുന്നു ഒരു സർക്കാർ വക്താവ് പ്രതികരിച്ചത്.